ലൈവില് ജാസ്മിനും അബിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവര് ഗെയിമുകളെ കുറിച്ചൊക്കെ വിലയിരുത്താണ്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ആരാണെന്നൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ ഇഷ്ടപ്പെട്ട ഗെയിമേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബിക്ക് ഇഷ്ടപ്പെട്ട ഗെയിമേഴ്സിനെയൊക്കെ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ അബി നമ്മുടെ ജിൻഡോനെ കുറിച്ച് പറയുന്നുണ്ട്. ജിൻഡോ നല്ലൊരു ഗെയിമറാണ്, എന്തായാലും 100 ദിവസം ഈ വീട്ടിൽ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. 100 ദിവസം നിൽക്കും, അതിനുള്ളതൊക്കെ പഠിച്ചിട്ടാണ് ജിൻഡോ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. ആ സമയത്ത് അവിടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് പഠിച്ചിട്ടാണ് വന്നത്, പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് വിട്ടേന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് അത് എന്ന് ചോദിക്കുന്നുണ്ട് അബിയുടെ അടുത്ത് ജാസ്മിൻ. അപ്പൊ അബി പറയുന്നുണ്ട്, അല്ല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരാള്, അത് അനുസരിച്ച് ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി ഉള്ളതുകൊണ്ട് 100 ദിവസം അങ്ങേര് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ്. അപ്പൊ ആ സമയത്ത് ഇവിടെ ചോദിക്കുന്നുണ്ട് വീണ്ടും ജാസ്മിൻ, ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ളത്. അപ്പൊ ഇവിടെ അബി പറയുന്നുണ്ട്, എനിക്കിവിടെ പറയാനായിട്ട് പറ്റില്ല, എന്നിരുന്നാലും പറയാം, മുൻ സീസണിലെ ഒരു മത്സരാർത്ഥിയാണെന്നാണ് പൊതുവെ പറയുന്നത്, എനിക്കിവിടെ ആളുടെ പേര് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. അപ്പോഴും ജാസ്മിൻ വിട്ടുകൊടുക്കുന്നില്ല, ചോദിക്കുന്നുണ്ട് ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ മൗനമായിട്ട് ചോദിക്കുന്നുണ്ട്. അബദ്ധവശാൽ അബിയുടെ വായിൽ നിന്ന് വരുന്നുണ്ട് ഡോക്ടർ രജിത് കുമാർ എന്നുള്ളൊരു പേര് വരുന്നുണ്ട്. അങ്ങനെയാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് എന്നാണ് അബി അവിടെ ജാസ്മിന്റെ അടുത്ത് പറയുന്നത്. എന്തായാലും അങ്ങനൊരു അഭ്യൂഹം പുറത്തുണ്ട്. അത് തന്നെയാണ് അവിടെ വൈൽഡ് കാർഡായി വന്ന അബിക്ക് അങ്ങനെ പുറത്തുനിന്ന് കിട്ടിയ ഒരു കാര്യം അബി അവിടെ ചെന്ന് ജാസ്മിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്, എന്തായാലും ഇവിടെ നിന്ന് പഠിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും എങ്ങനെ നിൽക്കണം, ഏത് ലെവലിൽ നിൽക്കണം, എന്ത് ഗെയിമാണ് അവിടെ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് വിട്ടത് എന്നൊരു കാര്യം അവിടെ പൊതുവെ നമ്മൾ പുറത്തും പറയുന്ന കാര്യമാണ്, അകത്തും അങ്ങനെ പറച്ചിലുണ്ട്. പക്ഷെ ആരാണ് എന്താണെന്നൊന്നും നമ്മൾ അങ്ങനെ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ അബിക്ക് പുറത്തുനിന്ന് കിട്ടിയ ഒരു ഹിന്റ് അനുസരിച്ചാണെന്ന് തോന്നുന്നു അബി അങ്ങനെ പേര് പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത് ലൈവിൽ ഇരുന്നുകൊണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത്.